ഷബാത്ത് ഷലോം മൈ ഫാമിലി. ശബത്താണെന്ന്, അതായത് വെള്ളിയാഴ്ച സൂര്യാസ്തമയം മുതൽ ശനിയാഴ്ച സൂര്യാസ്തമയം വരെ ശബത്താണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ദിവസം ദൈവത്തോട് ചേർന്നിരിക്കാൻ ദാഹിക്കുന്നവരെ നിങ്ങൾക്കൊരു വാണിംഗ് തരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ എന്തിനാ ശബത്ത് ആചരിക്കുന്നത്? ഈ ദിവസം എല്ലാ ജോലിയും മാറ്റിവെച്ച് ദൈവത്തോടു കൂടെ സന്തോഷമായിരിക്കുവാൻ ആഗ്രഹിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓരോരുത്തരും അവനവൻ്റെ മനസ്സിൽ ചോദിച്ചേ ഇപ്പോൾ തന്നെ, ഞാൻ എന്തിനാ ശബത്തിന് വേണ്ടി ഒരുങ്ങുന്നേ? ഒരു ശബത്ത് കഴിയുമ്പോഴേക്കും അന്ന് മുതൽ അടുത്ത ശബത്തിനായിട്ട് ഒരുങ്ങും അല്ലേ? അന്ന് അടുത്ത ശബത്തിന് ഞാൻ ആബയ്ക്ക് എന്ത് വെച്ച് കൊടുക്കും? ഓരോ ദിവസവും ആ ശബത്തിന് വേണ്ടിയുള്ള ഒരുക്കമായിട്ട് ഓരോരോ പണികൾ കഴിച്ചു വയ്ക്കും അല്ലേ? അതുപോലെ തന്നെ ശബത്ത് ഓരോ പ്രാവശ്യം ആചരിക്കുമ്പോഴും നമുക്ക് ഓരോരോ പുതുമ തോന്നും, ഓരോരോ പുതിയ തരം മാറ്റങ്ങൾ വരുത്താൻ നോക്കും. എങ്ങനെ കഴിഞ്ഞതിനും ബെസ്റ്റായിട്ട് അടുത്ത ശബത്ത് ആചരിക്കാൻ പറ്റും എന്ന് ചിന്തിക്കും. എത്ര ഭംഗിയായിട്ട് ആചരിച്ചാലും നമുക്കൊരു തൃപ്തിയില്ലായ്മ പോലെ, എന്തെങ്കിലും തെറ്റുപറ്റിട്ടുണ്ടാവുമോ എന്നുള്ള ഭയം. ചുരുക്കം പറഞ്ഞാൽ എത്ര പെർഫെക്റ്റായി ആബയോടുകൂടെ ശബത്ത് മേശയിൽ ഇരിക്കാൻ ആഗ്രഹിക്കാൻ പറ്റും എന്ന് വെമ്പുന്ന ഒരു മനസ്സ്. രോഗാവസ്ഥയിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യം, ഇപ്പോൾ വെള്ളപ്പൊക്കം, അതുമാതിരിയുള്ള ഓടിപ്പോകൽ, അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ശബത്ത് ദിവസം ആയിരിക്കരുതേ എന്നുള്ള ഒരു പ്രാർത്ഥന. ആ ദിവസം സ്വന്തം വീട്ടിൽ ആബയോട് കൂടി ഇരിക്കാനുള്ള ചിന്ത, കൊതി. അപ്പം ഞാൻ ഈ പറഞ്ഞതെല്ലാം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾ മനസ്സിലൊന്ന് ചിന്തിക്കണം. അല്ലെങ്കിൽ ഈ ശബത്ത് ആചരിക്കൽ ഒരു വെറും ചടങ്ങ് പോലെയാണോ? അപ്പവും വീനും വാഴ്ത്തി കഴിച്ചും കുടിച്ചും ചെയ്യുന്ന ഒരു ചടങ്ങ് അതാണോ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിക്കണം. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ, ആദ്യത്തെ ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നതെങ്കിൽ നിങ്ങൾ അപ്പൻ്റെ ആ സ്നേഹത്തിൽ നിലനിൽക്കുന്നു എന്നർത്ഥം. എന്നാൽ രണ്ടാമത്തെ പോലെ കടത്ത് കഴിച്ച് മനസ്സിനെ തൃപ്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നാണ് അർത്ഥം. ഗുണത്തിന് പകരം ഇരട്ടി ദോഷമാണ് ഉണ്ടാകുക. കാരണം എന്താ? അറിഞ്ഞവന് അറിയാത്തവനേക്കാൾ കൂടുതൽ ശിക്ഷ കിട്ടുമെന്നാണ് പറയണേ. അപ്പം ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം, ആത്മാവിൽ ഞാൻ സുഖമായിരിക്കുന്നുവോ? ആത്മീയ ഭോജനം ഞാൻ കൊടുക്കാൻ മറന്നുപോയോ? മനസ്സിലായോ? യഹോവ മിശിഹായിൽ അംഗീകരിക്കപ്പെട്ട എല്ലാ ആളുകളുടെയും എല്ലാ മക്കളുടെയും നെറ്റിയിൽ ഒരു സീൽ വെച്ചിട്ടുണ്ട്. എന്നാൽ അത് മാറ്റിക്കളയാനായിട്ട് ചുറ്റും കഴുകന്മാർ കറങ്ങി നടക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടേത്. ലോകം കഴുകൻ്റെ കണ്ണുകളാണ്. നിങ്ങൾക്കറിയോ, നിത്യജീവൻ്റെ രഹസ്യം മനസ്സിലാക്കുന്നവർ രണ്ട് കൂട്ടരുണ്ട്. ഒന്ന് ദൈവ പൈതലാണ് എങ്കിൽ രണ്ടാമത്തത് ശത്രുവായ സാത്താൻ തന്നെയാണ്. ഇതിൽ ദൈവ പൈതൽ എന്താണ്? നിങ്ങളെ അതനുസരിപ്പിക്കാനും, പക്ഷെ സാത്താൻ അത് നിങ്ങളെ കൊണ്ട് തെറ്റിപ്പിക്കാനാണ് നോക്കുക. ഈ രണ്ട് വ്യത്യാസമാണുള്ളത്. നീ ശബത്ത് ആചരിക്കുന്നത് നിന്റെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. അത് ആത്മീയത അല്ലേ? ആത്മാവിനെ വെറും കേവലം നിസ്സാരമായിട്ട് കണക്കാക്കാൻ പാടില്ല. ഓരോരുത്തരും അവരവരുടെ ആത്മാവിനെ രക്ഷിക്കേണ്ട കടമ, അല്ലെങ്കിൽ ഓരോരുത്തരുടെയും ആത്മാവിനെ ബലപ്പെടുത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. നിന്റെ ആത്മാവിൻ്റെ രക്ഷ നോക്കേണ്ടത് നീയാണ്. അല്ലാതെ ആ ആത്മാവിനെ കൊണ്ട് കണ്ട പാസ്റ്ററുടെ കയ്യിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഉപദേശിപ്പുകാരൻ്റെ കയ്യിലോ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കാര്യമില്ല. അത് നിനക്ക് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് ആ ആത്മാവിൻ്റെ റിപ്പയർ എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ജീവനുള്ളപ്പോൾ നിങ്ങൾ ജീവനുള്ള ദൈവത്തെ വിളിക്കുവിൻ എന്ന് ബൈബിളിൽ പറയണേ? കാരണം ജീവനുള്ളപ്പോഴേ ദൈവത്തിനെ സ്തുതിക്കാനും ആരാധിക്കാനും ഒക്കെ പറ്റുള്ളൂ. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നിനും സാധിക്കില്ല. മരിച്ചു കിടക്കുന്ന ഒരു സിംഹത്തേക്കാൾ വാല്യൂ ജീവിച്ചിരിക്കുന്ന ഒരു ഉറുമ്പിനുണ്ട്, ഞാൻ പറയാറുണ്ടല്ലേ. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ
ജീവനില്ലാത്ത ഈ കല്ലിനെയും മണ്ണിനെയും ഒക്കെ ആരാധിക്കുന്നവരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കി. പക്ഷെ നിങ്ങളുടെ കാര്യം ഇതല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി ജീവനുള്ള ദൈവത്തെ നിനക്ക് ആവ വെളിപ്പെടുത്തിയെങ്കിൽ അത് നിലനിർത്തേണ്ട ആ ഒരു കടമ, ആ ഒരു ബാധ്യത നിനക്കുണ്ട്. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് നിന്റെ പേര് മാഞ്ഞുപോകാതെ നോക്കേണ്ട ആവശ്യകത നിനക്കാണ്. അതിനാൽ ശബത്ത് ആചരിക്കുന്ന നിങ്ങൾക്ക് ആ ചിന്ത വേണം. നിങ്ങൾക്ക് ചുറ്റും പല കഴുകന്മാരും വരും, പല കാരണവും പറഞ്ഞു വരും. വചനമെടുത്തുകൊണ്ട് ആണ് ഇപ്പോൾ സാത്താൻ ചുറ്റും കറങ്ങി നടക്കുന്നത്. അപ്പോൾ എന്തൊക്കെ വന്നാലും ദൈവവും നിങ്ങളും തമ്മിലുള്ള ആ പൊക്കിൾ കൊടി ബന്ധം, അതാണ് ശബത്ത്. അത് പോകാതെ നിലനിർത്തി കൊണ്ടുപോകേണ്ട കാര്യം, അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ബി അലർട്ടായിരിക്കും കേട്ടോ. അപ്പം അതിനാൽ ഓരോ പ്രാവശ്യവും കിദ്ദൂഷ് ചെയ്യുമ്പോഴും ഉള്ളിൽ ഹൃദയം തുടിക്കുന്ന എൻ്റെ ആത്മീയ സഹോദരരെ, രക്ഷ എന്ന് പറയുന്നത് ദൈവത്തെ മാത്രം പറയുന്ന വാക്കാണ്. ആ രക്ഷ കാത്തു സൂക്ഷിക്കുന്ന എൻ്റെ ഫാമിലിയിലെ ഓരോരുത്തരോടും ഒരിക്കൽ കൂടി ഞാൻ ചോദിക്കുന്നു, നിങ്ങളെല്ലാവരും ആത്മാവിൽ സൗഖ്യമായിരിക്കുന്നുവോ? എല്ലാവരും അത് അവരവരുടെ മനസാക്ഷിയോടുകൂടെ ചോദിക്കുക. സൗഖ്യമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശബാത്ത് ശലോം. ഇനി ഞാൻ വിഷയത്തിലോട്ട് വരാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു യഹൂദന്മാരെ നമ്മുടെ സഹോദരരായിട്ട് കണക്കാക്കണം. പക്ഷേ എൻ്റെ പൊന്നെ, എന്തോരം പേരാ അത് കേട്ടിട്ട് തല്ലുപിടിക്കാൻ വന്നെന്നറിയോ? ഒരുപാട് സത്യക്രിസ്ത്യാനികൾ തല്ലിന് വന്നു. ഞങ്ങൾ രക്ഷ കിട്ടിയവരാണ്, ഞങ്ങൾ ഓൾറെഡി സ്വർഗത്തിലേക്ക് പോകാനായിട്ട് റെഡിയായിരിക്കുന്നവരാണ്. ആ ഞങ്ങളെ യഹൂദനോട് കൂടെ തുലനപ്പെടുത്താൻ പറ്റില്ല, അതിനേക്കാൾ വലുത്, അതൊക്കെ മേലെ എന്ന് പറയണം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്കും വലുതാണ് യഹൂദൻ എന്ന് നീ പറഞ്ഞത് ശരിയാകുമോ എന്നാണ് ചോദ്യം. യഹൂദർ യേശുവായെ തള്ളിക്കളഞ്ഞവരാണ്. ഇനി ആ ദൈവം ഞങ്ങൾക്കുള്ളതാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം ക്രൂശിലേറി പാട് കഴിച്ച് ജീവൻ വെടിഞ്ഞത്, ഞങ്ങൾക്ക് രക്ഷ കിട്ടാൻ വേണ്ടി. അതുമാത്രല്ല, ഇപ്പോഴും ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയാണ് ഞങ്ങളുടെ യേശു അല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾ വിവരക്കേട് പറയാണ്, വഴിതെറ്റിച്ച് കളയുന്ന ചെന്നായയാണ് ഞാൻ. ബൈബിള് തുറന്ന് വായിക്കുക, അതിൽ യേശു എന്നല്ലേ പേര്, പിന്നെ എവിടെ നിന്നാണ് നിങ്ങൾക്ക് യേശുവാ കിട്ടിയത്? എന്നിട്ട് പറയാം, ഇസ്രായേൽക്കാരോട് ദൈവം പറഞ്ഞ കുറേ വചനങ്ങളൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നിട്ട് എൻ്റെ അടുത്തത് ഇതുമാതിരി വന്ന് തല്ലുപിടിക്കാൻ വരാം, ബാർഗൈൻ ചെയ്യാനായിട്ട്. ഇസ്രായേൽക്കാരോട് ദൈവം പറഞ്ഞ വചനങ്ങളാണ് ഉദാഹരണമായിട്ട് എൻ്റെ മുൻപിലേക്ക് എടുത്തിട്ട് തരുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സാത്താൻ വചനം എടുത്തുകൊണ്ടാണ് ഈ അന്ത്യകാലത്ത് നമ്മളോട് പൊരുതാൻ വരിക എന്ന്. ചിരിക്കില്ലാതെ എന്ത് പറയാനാ? സ്വന്തമായിട്ടൊരു വാചകം ക്രിസ്ത്യാനിക്ക് ബൈബിളിൽ എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. ബൈബിൾ എഴുതിയതും, ബൈബിള് ആർക്ക് വേണ്ടി എഴുതി? യഹൂദന്മാർക്ക് വേണ്ടി. ബൈബിളിലെ ദൈവവും എല്ലാം യഹൂദനാണേ. ഇനി ക്രിസ്ത്യാനികൾ എന്നുള്ള വാക്കുണ്ട്, അതും യഹൂദന്മാർ, ആദിമ ക്രൈസ്തവരെന്ന് പറയുന്നത് യേശുവായിൽ വിശ്വസിച്ചിട്ടുള്ള യഹൂദന്മാരാണ്. അതുപോലും നിങ്ങൾ ചിന്തിക്കണം. അപ്പം ചിരിക്കല്ലാതെ എന്ത് പറയാനാ? ബൈബിൾ കോട്സ് നമുക്ക് പല വിധത്തിൽ കിട്ടും. ഇപ്പോൾ പലതും കണ്ടിട്ടില്ലേ, മരുമക്കള് അമ്മായിമ്മമാരെ തോൽപ്പിക്കാൻ വേണ്ടി സ്റ്റാറ്റസ് ഇടും, ദൈവവചനം അങ്ങനത്തെ സെലക്ട് ചെയ്തിട്ട്. തിരിച്ച് അമ്മായിമ്മമാർ മരുമക്കൾക്കുള്ള സ്റ്റാറ്റസ് ഇടും. നമുക്ക് എന്ത് കോട്ടിങ്സ് വേണോ ഒക്കെ നമ്മളുടെ ബൈബിളിൽ നമുക്ക് കിട്ടും അല്ലേ. പക്ഷേ അതിൻ്റെ സന്ദർഭം നോക്കി അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവ്, വ്യാഖ്യാനിക്കാനുള്ള കഴിവ്, അത് പരിശുദ്ധാത്മാവിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഒരുപാട് വചനങ്ങൾ ഞങ്ങൾക്കും കിട്ടും, നിങ്ങൾക്കും കിട്ടും. അതൊക്കെ മുന്നിലേക്ക് നിരത്തി ഇത് കണ്ടോ, ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കും. നിങ്ങൾ മണ്ടന്മാരാണോ? ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരെ കുറിച്ചാണ്, ഇസ്രായേൽക്കാരെ കുറിച്ചാണ്. അല്ലാണ്ട് ക്രിസ്ത്യാനിക്ക് വേണ്ടി ഒരു വാചകം പോലും ബൈബിളിൽ ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്ക്. അതിനാൽ തന്നെ ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്ന വിഷയം, കൃപയ്ക്ക് കീഴ്പ്പെട്ടത് കൊണ്ട് പാപം ചെയ്യാമോ എന്ന ഒരു ക്വസ്റ്റ്യനാണ്. നിങ്ങളോട് എത്ര പ്രാവശ്യം ഞാൻ ഈ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേലാണ്, അത് നീയല്ല, ക്രിസ്ത്യാനികളെയല്ല.
ക്രിസ്ത്യാനികൾ ജാതികളാണ്. നിങ്ങൾക്ക് എത്ര ശ്രമിച്ചാലും ഇസ്രായേലിന് ആകാൻ പറ്റില്ലെന്നേ. കാരണം ആ പേര് ദൈവം യാക്കോബിന്റെ 12 ഗോത്രങ്ങൾക്കും മാത്രം കൊടുത്തതാ. സ്വയം ഞങ്ങൾ ഇസ്രായേലാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇസ്രായേലിന് ദൈവം കൊടുത്ത എല്ലാ പ്രോഫിറ്റുകളും അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞാ നടക്കുന്ന കാര്യം വല്ലതാണോ? അവർ ദൈവത്തെ അനുസരിക്കുന്നത് കൊണ്ട് അവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള പ്രോഫിറ്റുകളാണ് നമ്മൾക്ക് ബൈബിളിൽ കാണുന്നത്. അതെല്ലാം ഇതൊന്നും അനുസരിക്കാത്ത നിനക്ക് എടുത്തത് തരാൻ പറ്റുമോ ദൈവത്തിന്? എങ്ങനെ നിനക്ക് തരാൻ പറ്റും? ദൈവം പറയുന്നതൊന്നും നീ കേൾക്കില്ല. ക്രിസ്ത്യാനികളെ പറ്റിയാണ് ഞാൻ ഈ പറയണത് കേട്ടോ. സത്യക്രിസ്ത്യാനികൾ, ദിവസവും പള്ളിയിൽ പോയി കുമ്പസാരിച്ച് സഭയ്ക്ക് അടിമയായിട്ട് കിടക്കുന്ന ക്രിസ്ത്യാനി സമൂഹത്തോടാണ് എൻ്റെ ചോദ്യം. അറ്റ്ലീസ്റ്റ് 10 കൽപ്പന പോലും ശരിയായി അനുസരിക്കാതെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് എനിക്ക് രക്ഷ കിട്ടി എന്ന് പറഞ്ഞ് നടക്കുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? നിങ്ങൾക്ക് എന്താ ചിന്തിക്കാനുള്ള ബോധമില്ലേ? ബൈബിളിൽ എവിടെ നിന്നെ പറ്റി പറയണേ? ഒന്ന് കാണിച്ചു തരൂ. ബൈബിളിൽ പറയുന്നത് യേശുവായിൽ വിശ്വസിച്ചിരുന്ന അന്നത്തെ യഹൂദന്മാര്, ആദിമ ക്രൈസ്തവര്, അവരെ പറ്റി പറയുന്ന, ജാതികളെ പറ്റിയും പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങളാണ് ക്രിസ്ത്യാനികൾ, നിങ്ങൾ ക്രിസ്ത്യാനികളാണ് അന്നത്തെ ആദിമ ക്രൈസ്തവര് എന്നുള്ള വല്ല ചിന്ത നിങ്ങൾക്കുണ്ടോ? ജാതികൾ എന്നാ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. ഇസ്രായേൽ യഹൂദന്മാരെയാണ് ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ജാതികളായ ക്രിസ്ത്യാനികൾ യേശുവായിൽ വിശ്വസിച്ചത് കൊണ്ട് ഇസ്രായേൽ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറ. ഇനി ഇത് പറഞ്ഞ തല്ലിന് വരണ്ട. കാരണം അതിന് കുറേ യോഗ്യതകളുണ്ട്. ഇസ്രായേലിനോട് നമ്മെ ഒട്ടിച്ചേർത്ത് വെച്ചിരിക്കാൻ പൗലോസ്ലീഹയുടെ നമുക്ക് വായിച്ചു നോക്കി കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. കാട്ടൊലിവായ നമ്മെ നാട്ടൊലിവിനോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നാട്ടൊലിവിൻ്റെ ഫലം പുറപ്പെടുവിക്കും. മനസ്സിലായോ? അത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ ഇസ്രായേലിൻ്റെ പോലെ ആകും. അല്ലാതെ ഇസ്രായേലാണ് നിങ്ങളെന്ന് ഒരു ക്രിസ്ത്യാനിയും അഹങ്കരിച്ച് പറയണ്ട. അപ്രിയ സത്യങ്ങൾക്ക് ചെവി കൊടുക്കാതെ. അതുപോലെ അനുഗ്രഹത്തിനും അത്ഭുതങ്ങൾക്കും വേണ്ടി മാത്രം ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു വർഗമാണ് ഈ കള്ള ക്രിസ്ത്യാനികൾ. നിങ്ങൾക്ക് എന്താ പറയുക, കഷ്ടം. നിനക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് പറഞ്ഞത് ലൂക്ക 11:29, ഈ തലമുറ ദോഷമുള്ള തലമുറയാകുന്നു, അത് അടയാളം അന്വേഷിക്കുന്നു, നിങ്ങളുടെ കണ്ണ് കെട്ടിയിരിക്കുന്നു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. യേശുവായെ മനസ്സിലാക്കാതിരിക്കാൻ യഹൂദന്റെ കണ്ണ് കെട്ടിയത് ദൈവമായിരുന്നുവെങ്കിൽ ഇന്ന് നിന്റെ കണ്ണ് കെട്ടിയിരിക്കുന്നത്, നിനക്ക് രക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടി നിന്റെ കണ്ണ് കെട്ടിയിരിക്കുന്നത് സാത്താനാണ്. അന്ന് യഹൂദന്റെ കണ്ണ് അന്ധമാക്കിയത് ക്രിസ്ത്യാനിയെ, ജാതികളായ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ദൈവം. പക്ഷെ നിങ്ങളുടെ കണ്ണ് ഇന്ന് സാത്താൻ കെട്ടിയിരിക്കുന്നത്, നിങ്ങളെ അന്ധരായിരിക്കുന്നത് നിങ്ങളുടെ ആത്മാവിനെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, മരണത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങളത് മനസ്സിലാക്ക്. കൃപ എന്നത് പാപം ചെയ്യാനുള്ള അനുമതി എന്നല്ല, പാപത്തിൽ നിന്ന് മാറി ദൈവത്തെ അനുസരിച്ച് ജീവിക്കാനുള്ള ശക്തിയും വിളിയുമാണ് കൃപ എന്ന് പറയുന്നത്. യേശുവ നമുക്ക് വേണ്ടി ക്രൂശിൽ ജീവൻ ബലി കഴിച്ചു, ശരിയാണ്. പക്ഷേ എന്ന് വെച്ച് അത് നിനക്കുള്ള ലൈസൻസ് ആണോ? ലൈസൻസ് ആണോ നിനക്ക് എന്ത് പാപവും ചെയ്യാം? അന്ന് യേശുവ ക്രൂശിൽ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിനക്ക് എന്ത് പാപവും ചെയ്യാം എന്നുള്ള ലൈസൻസ് ആണോ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? യഹൂദന് അവരുടെ പാപങ്ങൾക്ക് വേണ്ടി കൊല്ലാക്കൊല്ലം അർപ്പിക്കേണ്ട ബലി ഇനി ആവശ്യമില്ല. കാരണം യേശുവായുടെ നിത്യയാഗം അവരെ പാപവിമുക്തരാക്കി. അവരെ അപ്പോൾ തന്നെ തിരുത്തും ദൈവം. പാപം ചെയ്താൽ അപ്പോൾ തന്നെ ശിക്ഷ കൊടുത്ത് ദൈവം തിരുത്തി കൊണ്ടുവരും. ദൈവം അവരെ ആദ്യം കൊണ്ടുപോകും സ്വർഗത്തിൽ. കാരണം അവർക്ക് പാപമില്ല. അവരുടെ പാപം ദൈവം അപ്പാപ്പ തീർത്ത് പോകുന്നുണ്ട്. നമ്മുടെ യേശുവ ക്രൂശിൽ മരിച്ചതും അവരുടെ ആ പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. പക്ഷേ അതുകൊണ്ടാണ് ബൈബിളിൽ പറയുന്നേ, ജാതികളായ നിനക്ക് രക്ഷ, അത് നിന്റെ കാര്യമല്ല. ക്രൂശിൽ മരിച്ചതിന് ജാതികളായ നിനക്ക് രക്ഷ കിട്ടിയെങ്കിൽ
അത് വേറെ വിധത്തിലുള്ള രക്ഷയാണ്. അത് നീ മനസ്സിലാക്കണം. സ്വർഗം ആഗ്രഹിക്കുന്ന നീതിമാനായ മനുഷ്യർ, അതിന് തടസ്സം നിൽക്കുന്ന പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് യേശുവ അവരെ രക്ഷിച്ചു എന്നല്ലാതെ ക്രിസ്ത്യാനികളെ എല്ലാം യേശുവായെ സ്വീകരിച്ചു എന്ന പേരിൽ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്ന് ബൈബിളിൽ എവിടെയും പറഞ്ഞിട്ടില്ല. അതിനു വേണ്ടിയിട്ടല്ല യേശുവ ക്രൂശിൽ മരിച്ചതും. രണ്ട് രക്ഷ കിട്ടി. യഹൂദന്മാർക്കും രക്ഷ കിട്ടി, ശരി, നമുക്കും ജാതികളായ നമുക്കും രക്ഷ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്ക്. യഹൂദന്മാർക്ക് കൊല്ലാക്കൊല്ലമുള്ള അവരുടെ ആ ഹോമയാഗം അത് ഇനി വേണ്ട. കാരണം യേശുവ സ്വന്തമായിട്ട് യാഗം കൊടുത്ത് സ്വയമേവ അവർ രക്ഷിച്ചു. അങ്ങനെ അവർക്ക് രക്ഷ കിട്ടി. നമുക്ക് കിട്ടിയ രക്ഷ എങ്ങനെയാണ്? പാപത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന നോഹ പോലെ, അബ്രാഹം പോലെ, ഇസ്രായേലിന് മുമ്പുള്ള ഒരുപാട് നീതിമാന്മാർ, അവരൊക്കെ പാപം ചെയ്താലും ഇല്ലെങ്കിലും അവരെ നരകത്തിന് വേണ്ടി പോകാനിരുന്നതാണ്, സാത്താൻ ഒരുമിച്ച് കൊണ്ടുപോകാനിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന്, സാത്താനിൽ നിന്ന് ആ ആധിപത്യം വാങ്ങിച്ചെടുത്ത് നന്മ ചെയ്താൽ സ്വർഗത്തിലോട്ടും തിന്മ ചെയ്താൽ നരകത്തിലോട്ടും കൊണ്ടുപോകാനുള്ള ആ അധികാരം വീണ്ടും ദൈവത്തിന് കിട്ടി യേശുവായിലൂടെ. മനസ്സിലായി? അപ്പം നീ നന്മ ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് സ്വർഗം കിട്ടും. ആ നിനക്കാണ് രക്ഷ കിട്ടുന്നത്. അല്ലാതെ യേശുവായെ ക്രിസ്ത്യാനിയായിട്ട് യേശുവായെ സ്വീകരിച്ചു എന്ന് എൻ്റെ പാപങ്ങളെല്ലാം തീർന്നു, ഇനിയും എനിക്ക് പാപം ചെയ്യാം, അതൊന്നും ഒരു പ്രശ്നമില്ല, ദൈവം എനിക്ക് വേണ്ടിയിട്ട് അന്ന് ക്രൂശിൽ മരിച്ചിട്ടുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. നിങ്ങൾ മനസ്സിലാക്കണം. കൃപയെയും ന്യായപ്രമാണത്തെയും സംബന്ധിച്ച് പൗലോസ്ലീഹായുടെ ഉപദേശങ്ങൾ കുറേ പേര് തെറ്റായിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. എനിക്ക് ഇട്ടുതരുന്ന പല വചനങ്ങളും ഇതാണ് പൗലോസ്ലീഹായുടെ. പൗലോസിന് ദൈവം ജ്ഞാനം നൽകിയിരുന്നു, പക്ഷേ അതിന് സ്റ്റാൻഡേർഡ് ഭയങ്കര കൂടുതലാണ്. കാരണം എന്താ? പൗലോസ്ലീഹായുടെ ലെവൽ അതാണ്. ചെറുപ്പം മുതലേ തോറയിൽ നൈപുണ്യനാണ്. ഇന്നിപ്പോൾ നമ്മൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പഠിച്ചിറങ്ങിയ കുട്ടികളെ നമുക്ക് ഭയങ്കര വാല്യൂ ആണ്. അവരുടെ സ്റ്റാൻഡേർഡ് ഭയങ്കര കൂടുതലാണ് അല്ലേ? സാധാരണ ലെവലിൽ നിന്ന് അവർ ഒരുപാട് വലിയ ലെവലിൽ നിന്നിട്ടായിരിക്കും സംസാരിക്കുക. അപ്പം അതുപോലെ പൗലോസ്ലീഹായുടെ ഉപദേശങ്ങൾ മനസ്സിലാക്കാൻ സാധാരണ മനുഷ്യർക്ക് പ്രയാസമുള്ള കാര്യമാണ്. സ്റ്റാൻഡേർഡ് കൂടുതലാണ്. അതുകൊണ്ട് എന്തായി, ചിലർ അവയെ തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ട് സ്വന്തം നാശത്തിനായിട്ട് ഉപയോഗിക്കുക. അതുകൊണ്ട് പത്രോസ്ലീഹ പൗലോസിൻ്റെ ലേഖനങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. 2 പത്രോസ് 3:15 മുതൽ വായിക്കുകയാണെങ്കിൽ, നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസ് തനിക്ക് ലഭിച്ച ജ്ഞാനപ്രകാരം നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. അത്ര ജ്ഞാനമുണ്ട് അദ്ദേഹത്തിന്. അവയിൽ ഗ്രഹിക്കുവാൻ പ്രയാസമുള്ള ചില കാര്യങ്ങളുണ്ട്. പത്രോസ്ലീഹ പറയാ, അതിൽ സാധാരണ ജനങ്ങൾക്ക് ഗ്രഹിക്കുവാനുള്ള പ്രയാസമുള്ള കാര്യങ്ങളുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരമായവരും, കേട്ടോ, മറ്റു തിരുവെഴുത്തുകളെ പോലെ തന്നെ അവയും തൻ്റെ നാശത്തിനായി കോട്ടിക്കളയുന്നു എന്നവിടെ എഴുതി വെച്ചേക്കണേ. അതായത് ഇവിടെ പറയുന്നത് അക്ഷരം പ്രതി ശരിയാണ്. അസ്ഥിരമായവർ എന്ന് വെച്ചാൽ സ്ഥിരതയില്ലാത്തവർ, ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിപ്പോകുന്നവർ, ചാടി നടക്കുന്നവർ. എന്നാൽ വ്യക്തമായ അറിവില്ലാതെയുമാണ് അവർ ഈ തിരുവെഴുത്തുകളെ എടുത്തിട്ട് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്നത്. അവർ തിരുവെഴുത്തുകളെ എടുത്ത് തെറ്റായിട്ട് വളച്ചൊടിക്കുമ്പോൾ അത് അവരുടെ നാശത്തിന് തന്നെ കാരണമാകുന്നു എന്ന് തിരുവചനത്തിൽ പറയണേ. ഈ പൗലോസ്ലീഹ തന്നെ പറയുന്നുണ്ട് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5:13 സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെങ്കിലും ഈ സ്വാതന്ത്ര്യം ശരീരത്തിന് അവസരമാക്കരുത് മക്കളെ. കേട്ടാ, സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചേക്കുന്നതെങ്കിലും ഇത് നിങ്ങളുടെ ശരീരത്തിന് പാപം ചെയ്യാനുള്ള ഒരു ലൈസൻസ് അല്ല എന്ന്. വീണ്ടും തീത്തോസ് 2:11 ദൈവത്തിൻ്റെ കൃപ നമ്മെ രക്ഷിക്കുക മാത്രമല്ല ചെയ്യുക, അഭക്തിയും പാപവും വിട്ട് ജീവിക്കാൻ പഠിപ്പിക്കുന്നു. നീതികേടും സുബോധത്തോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് നമ്മെ ശിക്ഷിച്ച് വളർത്തുന്നു. മനസ്സിലായി? അപ്പോൾ ആ ഒരു വിവേകം നമുക്ക് വേണം. ദൈവത്തിൻ്റെ കൃപ അർഹതപ്പെട്ടവനെ കിട്ടൂ എന്നർത്ഥം. അല്ലാതെ ഞാൻ ക്രിസ്ത്യാനിയായി എന്നതിനാൽ എനിക്ക് കൃപ ലഭിച്ചു, ഇനി എനിക്ക് പാപങ്ങളെല്ലാം ചെയ്യാൻ കുഴപ്പമില്ല എന്നല്ല ദൈവം പറഞ്ഞിരിക്കുന്നതെന്നാണ് എൻ്റെ അർത്ഥം. ക്രൂശിൽ ദൈവം മരിച്ചത് കൊണ്ട്
എൻ്റെ പാപങ്ങളെല്ലാം അവസാനിച്ചു. ശബ്ബത്ത് ഉൾപ്പെടുന്ന 10 പ്രമാണങ്ങൾ ഇനി ഞാൻ ആചരിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങളൊക്കെ വിശുദ്ധന്മാരാണ് എന്നുള്ള ക്രിസ്ത്യാനിയുടെ ചിന്തയില്ലേ, അത് തന്നെ തെറ്റാണ്. ഫസ്റ്റ് സ്വർഗത്തിൽ പോകാൻ നിൽക്കുന്നത് ലോഹയിട്ട അച്ഛന്മാർ സിസ്റ്റർമാരാണ്. അവരുടെ ചില വർത്തമാനങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ആദ്യം ഞങ്ങളെ പോവാം, എപ്പോഴും പറയും ഞങ്ങൾക്ക് അവിടെ സീറ്റാണ്, ആദ്യം ഞങ്ങളെ പോവാം, എന്നിട്ടാണ് നിങ്ങളെ കൊണ്ടുപോകുക. കാരണം ഞങ്ങൾ ദൈവവിളിയാണേ, ദൈവം വിളിച്ചവരാണ് ഞങ്ങളൊക്കെ. എന്താണ് ദൈവവിളി? പുരോഹിതന്മാരെയും കന്യാസ്ത്രീകളെയും മാത്രമാണോ ദൈവം വിളിച്ചേക്കുന്നേ? കല്യാണം കഴിക്കുന്നവരൊന്നും ദൈവം വിളിച്ചിട്ടില്ലേ? എന്തേ? ദൈവവിളി എന്ന് പറഞ്ഞാൽ ദൈവം എന്താ പറഞ്ഞേക്കുന്നേ? ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുക ചെയ്യാം, നിങ്ങൾ എന്നെയല്ല. ഈ പുരോഹിതന്മാരും കന്യാസ്ത്രീ വർഗങ്ങളെല്ലാം ദൈവത്തിനെ അവർ തിരഞ്ഞെടുത്ത് പോയതാ, അല്ലാണ്ട് അവരെ ദൈവം തിരഞ്ഞെടുത്തതല്ല. ദൈവത്തിന് തിരഞ്ഞെടുക്കണേന് ജാതിയില്ല, മതമില്ല, പണം വേണമെന്നില്ല, സൗന്ദര്യം വേണമെന്നില്ല, എന്തിന് പുരോഹിതനാവണമെന്നില്ല, കല്യാണം കഴിക്കണമെന്നില്ല. 2ഉം 3ഉം കല്യാണം കഴിച്ചവരായിരിക്കാം, പാപം ചെയ്തവരായിരിക്കാം. ദൈവത്തിൻ്റെ വിളി, ദൈവം കാണുന്നത് മനുഷ്യർ കാണുന്ന പോലെയല്ല. മനസ്സിലായോ? ദൈവത്തിൻ്റെ വിളി, ദൈവം തിരഞ്ഞെടുക്കുന്നത് വളരെ പ്രത്യേകതയുണ്ട്. ബൈബിളിൽ തന്നെ നമുക്ക് എത്രയെത്ര സംഭവങ്ങൾ അറിയാം. യേശുവായുടെ ആ വംശപാരമ്പര്യം എടുത്ത് നോക്കി, എങ്ങനെയാണ് കർത്താവ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് ദൈവം യേശുവായെ യഹൂദാ ഗോത്രത്തിൽ കൊണ്ട് പിറക്കാനായിട്ട് ഇങ്ങനെ ഒരുക്കി കൊണ്ടുവന്ന് നിങ്ങൾ നോക്കി. അതിൽ പല സന്ദർഭങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിലൊക്കെ തെറ്റ് കാണാം, മനുഷ്യൻ്റെ കണ്ണുകളാൽ നോക്കിയാൽ. പക്ഷെ ദൈവം ഹൃദയമാണ് പരിശോധിക്കുന്നത്. നിന്റെ ഹൃദയമാണ് ദൈവം പരിശോധിക്കുന്നത്. നിന്റെ ഹൃദയം നിഷ്കളങ്കമാണോ എന്നാണ് ദൈവം നോക്കുന്നത്. മനസ്സിലായോ? നിന്റെ പശ്ചാത്താപം, തെറ്റിപ്പോയി ആബാ എന്ന് പറഞ്ഞുള്ള നിന്റെ കരച്ചില്, അതാണ് ദൈവം നോക്കുന്നത്. അല്ലാതെ ഞാൻ ക്രിസ്ത്യാനികളായി എന്നതുകൊണ്ടോ, ഞാൻ കന്യാസ്ത്രീയായി, ഞാൻ അച്ഛനായി, ഞാൻ സമൂഹത്തിലെ വലിയ ആളാണ്, അതൊന്നല്ല ദൈവം ആബാ നോക്കുന്നത്. ഇനി നിങ്ങൾക്ക് അതായത് അതിൻ്റെ ആ പൗലോസ്ലീഹയുടെ കാര്യങ്ങൾ വായിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്നില്ല എങ്കിൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കുക, ആബാ ഈ വ്യാഖ്യാനം എന്താണ്? ഇത് മനസ്സിലാക്കാൻ പറ്റണില്ലല്ലോ. മനസ്സിലായി? നിങ്ങൾക്ക് ദൈവാത്മാവ് നിങ്ങളെ വഴി നടത്തും, അതിന് ശരിയായ അർത്ഥം. ശരി, നിങ്ങൾക്കത് മനസ്സിലായില്ലെന്നിരിക്കും, നിങ്ങൾ വിട്ടേക്കുന്നേ. നിങ്ങൾ എന്തിനാണ് അതെടുത്ത് തെറ്റായി ക്രോഡീകരിച്ച് നിങ്ങൾക്ക് ശാപം വരുത്തി വെക്കണേ? ഇനി സ്വർഗത്തിൽ പോകാൻ വേണ്ടി വായും തുറന്നിരിക്കുന്ന ക്രിസ്ത്യാനി, ആ യഹൂദന്മാരോട് പറഞ്ഞിട്ടുള്ള എല്ലാ പ്രോഫിറ്റുകളും ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ക്രിസ്ത്യാനി, നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ യഹൂദരെ പോലെ ദൈവത്തെ അനുസരിക്കുന്നവരാണോ? അനുസരിക്കുന്നവർക്ക് ആ അനുഗ്രഹങ്ങൾ കിട്ടാനുള്ള യോഗ്യതയുള്ളൂ. ഇനി എന്നെ ഉപദേശിക്കാൻ വരുന്നവരോട്, ശരി, ഞാൻ പറയുന്നതും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വരില്ല, നിങ്ങളത് വിട്ടേക്ക്. നിങ്ങൾ വായും തുറന്ന് സ്വർഗത്തിലോട്ട് നോക്കിയിരുന്നോ, നിങ്ങളെ ദൈവം ജീവനോട് കൂടി സ്വർഗത്തിൽ കൊണ്ടുപോയിക്കോളും. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ. അല്ലാതെ ഇങ്ങോട്ട് വചനം എടുത്തുകൊണ്ട് വരണ്ട. കാരണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറയാൻ ഒരു വചനം ഇല്ല ബൈബിളിൽ. അതും എന്ത് നോക്കിയാലും അത് യഹൂദനുമായി റിലേറ്റഡ് ആണ്, അത് യഹൂദർക്കുള്ളതാണ്, യഹൂദനാണ് എഴുതിയത്. ഇനി നിങ്ങൾ പറയുന്ന വചനത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരേണ്ടത് പരിശുദ്ധാത്മാവാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് ആയിട്ട് ഞങ്ങൾക്കത് വ്യാഖ്യാനിച്ച് തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തത് മനസ്സിലാക്കാൻ പറ്റാത്തതെന്ന് ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ ചെയ്യുന്ന പോലെ ഇപ്പോൾ എൻ്റെ വ്യാഖ്യാനം കേട്ടിട്ട് നിങ്ങളൊക്കെ ഞാൻ വിശുദ്ധരാക്കിക്കൊള്ളാം എന്ന് എനിക്ക് നേർച്ചയൊന്നുമില്ല. ചെവിയുള്ളവൻ കേൾക്കട്ടെ, അത്രയ്ക്കേ ഉള്ളൂ. കാരണം കർത്താവ് പറഞ്ഞത് എന്താ? നീ ദുഷ്ടനോട് മുന്നറിയിപ്പ് കൊടുക്കാതെ അവൻ തൻ്റെ അകൃത്യത്തിൽ മരിച്ചാൽ നിന്നോട് ഞാൻ അവൻ്റെ രക്തത്തിന് പകരം ചോദിക്കുന്ന കണക്ക് ചോദിക്കും. പക്ഷെ നീ പറഞ്ഞിട്ടും അവൻ ആ തൻ്റെ ദുഷ്ടതയിൽ തന്നെ തുടർന്നാൽ അതിനുള്ള ശിക്ഷ അവന് കിട്ടും. നീ നിന്റെ പ്രാണനെ രക്ഷിക്കുന്ന ബൈബിളിൽ പറയണേ. അപ്പോൾ ഞാൻ എൻ്റെ കടമ നിർവഹിക്കുന്നു എന്നേ ഉള്ളൂ.
നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾ വിട്ടോ. നിങ്ങളുടെ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒന്നും എനിക്ക് വേണ്ട. ഞാൻ ഒരു ലാഭവും പ്രതീക്ഷിച്ചിട്ടല്ല. ഞാൻ എൻ്റെ ആബയ്ക്ക് വേണ്ടിയിട്ട് പടപൊരുതുന്ന ഒരു ബടാൻ അത് ആവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തല്ലിന് വരണ്ട. നിങ്ങൾ കൊണ്ടുവരുന്ന വചനമൊക്കെ ശുദ്ധ മണ്ടത്തരാണ്. നിങ്ങൾക്ക് മനസ്സിലാവില്ലെങ്കിൽ നിങ്ങൾ വിട്ടോ. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവ് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ തരുന്ന വചനത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്ന വ്യാഖ്യാനങ്ങൾ വേറെയാണ്, നിങ്ങൾക്ക് മനസ്സിലാകുന്നത് വേറെ. അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. മനസ്സിലായോ? ഇനി അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനാണ് ഇതിനേക്കാളെല്ലാം ഉപരിയുള്ളത്. ദൈവാത്മാവ് വഴി നടത്തുന്നവർക്ക് എന്തു വന്നാലും തെറ്റിപ്പോകാൻ പറ്റില്ലെന്നേ. കാരണം കാവല് കാക്കുന്നത് ആത്മാവാണ്. നമ്മുടെ ആത്മാവും ദൈവാത്മാവും തമ്മിലുള്ളൊരു ബോണ്ട് ഉണ്ട്. അത് മാത്രമല്ല, ദൈവത്താൽ ഉപദേശിക്കപ്പെട്ട ആത്മാവുകൾക്ക് അത് കണക്റ്റ് ആവൂ അല്ലേ? വചനം പറയുന്നുണ്ടല്ലേ, എൻ്റെ പിതാവ് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുന്നുണ്ട് എങ്കിൽ, യേശു പറഞ്ഞതാ, നിങ്ങളുടെ ആത്മാവ് എൻ്റെ പിതാവിനാൽ ഉപദേശിക്കപ്പെട്ടവരാണ് ലോകസ്ഥാപനത്തിന് മുൻപേ. മനസ്സിലായോ? അപ്പം അല്ലാത്തവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ക്രിസ്ത്യാനികളോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ. കൃപ ലഭിച്ചത് കൊണ്ട് രക്ഷ കിട്ടി എന്ന അർത്ഥമില്ല. ദൈവത്തിൻ്റെ കൃപ പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. കുംഭസാരത്തിൽ മനുഷ്യനായ വൈദികനോട് അത് ഏറ്റുപറഞ്ഞെന്ന് വെച്ചിട്ട് നിങ്ങളുടെ പാപങ്ങളൊന്നും മോചിക്കാനും പോണില്ല. ഒരു വൈദികനും നിങ്ങളുടെ പാപങ്ങൾ മോചിപ്പിക്കാൻ സാധിക്കില്ല. എല്ലാം ഇങ്ങനെ കുമിഞ്ഞു കൂടി കിടക്കും. എന്തിന്? ദൈവം അന്ത്യവിധിക്കായിട്ട് വരുമ്പോൾ അതിനധികം സമയമൊന്നുമില്ല, കാത്തിരിക്കി. അപ്പോൾ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് താനേ തെളിയും. പക്ഷെ ആ സമയത്ത് ഒരു തിരിച്ചുവരവ് അത് പറ്റില്ല, അത് അസാധ്യമാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കാത്തവർക്ക് മരിച്ചു കഴിയുമ്പോൾ മനസ്സിലാകും ആരാണ് യഥാർത്ഥ ദൈവമെന്ന്. അപ്പോൾ ഞാൻ നിർത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, കൃപ പെരുകി അല്ലെങ്കിൽ കൃപ കിട്ടി എന്ന് വെച്ച് അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല. ഇനി ഞങ്ങളെ രക്ഷിക്കണമെന്ന് കരുതിയിട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന വചനങ്ങൾ കേട്ടിട്ട് ഞങ്ങൾക്ക് തെറ്റിപ്പോയി, ഞങ്ങൾ നിങ്ങളുടെ വഴിക്ക് വരാം എന്ന് പറയുമെന്ന് നിങ്ങൾ ഒരാളും വിചാരിക്കണ്ട. കാരണം ഞങ്ങൾ ഈ ആത്മീയ സഹോദരരെല്ലാവരും പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ അടിത്തറ ബേസ് ഇട്ടേക്കുന്നത്. അത് ഞങ്ങളിങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കും. ഓരോ ശബത്താചരിക്കുമ്പോഴും ഞങ്ങളുടെ ഹൃദയം തുടിച്ചുകൊണ്ട് ദൈവാത്മാവിന് വേണ്ടി ദാഹിച്ചുകൊണ്ട് ഞങ്ങൾ അടിത്തറ സ്ട്രോങ് ആക്കിക്കൊണ്ടിരിക്കും. ഞങ്ങൾക്കറിയാം എന്താണ് വരാൻ പോകുന്നത്, ഞങ്ങളപ്പോൾ എങ്ങനെ ഒരുങ്ങണം, ഇതൊക്കെ ഞങ്ങൾ ട്രെയിൻഡാണ്. നിങ്ങൾ അതിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പോയവരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പൊക്കോ, ഞങ്ങളെയും കൂടെ അതിലേക്ക് വലിച്ചു കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട. അതുപോലെ തന്നെ ആത്മീയ സഹോദരരോട് കൂടിയാണ് ഞാൻ ഈ വാണിംഗ് തരുന്നത്. പല കഴുകന്മാരും നമുക്ക് ചുറ്റും വട്ടം കൂടി നിൽക്കുന്നുണ്ട്, പല പല രൂപത്തിൽ. അവർ വചനം തന്നെ എടുത്തിട്ടാണ് വരുന്നത്. ഇത് കണ്ടില്ലേ, ഇങ്ങനെ നോക്കി അങ്ങനെ നോക്കി, അപ്പം നിങ്ങൾ പോണ വഴികൾ തെറ്റാണ്, ഞങ്ങൾ ആദ്യം ഇതിലുണ്ടായിരുന്നവരാണ്, ഇതൊക്കെ അറിഞ്ഞിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് എന്നല്ല. ഇതിലപ്പുറം ചാടിക്കളിച്ചുകൊണ്ട് അവരൊക്കെ വരും. അപ്പോൾ ആത്മീയ സഹോദരർ എപ്പോഴും ഒരുങ്ങിയിരിക്കണം, എപ്പോഴും പുതുക്കിക്കൊണ്ടിരിക്കണം. നമ്മുടെ ആത്മാവിനെ ദൈവാത്മാവുമായിട്ട് കണക്ട് ചെയ്ത് വർഷിപ്പ് ചെയ്ത് മറക്കരുത്. നമ്മളെപ്പോഴും ആത്മാവിൽ സ്ട്രോങ് ആയിരിക്കണം, ആത്മാവിൽ സൗഖ്യമുള്ളവരായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. അപ്പോൾ നമ്മളെ വഴി നടത്തുമ്പോൾ നമുക്ക് ഒരു തെറ്റും വരില്ല. സാത്താനെ നമ്മൾ ചവിട്ടി അരയ്ക്കണം, ചുട്ട് എരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പാട്ട് പാടിയില്ലേ എന്ന് പറഞ്ഞ പോലെ അത് എപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മളെ പിടിവിട്ട് പോകും. നമ്മുടെയൊക്കെ പേര് ആപജീവൻ്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അത് ബോധ്യം കിട്ടിയ കാര്യമാണ്. പക്ഷേ ആ പേര് വെട്ടിക്കളയാൻ ഇടവരുത്തരുതേ ആബ എന്ന് എല്ലാ ദിവസവും ആബയോട് നമ്മുടെ ഒക്കെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാൻ നിർത്താണ്. ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന ഹീബ്രു വേർഡ് പാപം എന്നതിനെ ഗേദ് എന്നാണ് പറയുന്നത്. KHET ഹീബ്രുവിൽ ഗേദ്. അപ്പോൾ ഇതുവരെ എന്നെ കേട്ട എല്ലാവർക്കും തോദറബ. എല്ലാവരും ആത്മാവിൽ സൗഖ്യമുള്ളവരായിരിക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക, ഹാപ്പി ആയിരിക്കുക. പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് ആരും പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. എത്ര ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നാലും നമ്മളെപ്പോഴും ദൈവത്തോടു കൂടെ തന്നെ ഹാപ്പി ആയിട്ടിരിക്കുക. എന്ത് വന്നാലും കർത്താവേ എന്ത് വേണമെങ്കിലും വന്നോട്ടെ,
അസുഖങ്ങളാണോ, പണമില്ലായ്മയാണോ, കടമാണോ, സൗന്ദര്യമാണോ, ആരോഗ്യ പ്രശ്നമാണോ, എന്ത് വന്നോട്ടെ ആബ അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്കതൊന്നും ഒരു പ്രശ്നമില്ല എന്ന് നിങ്ങളോട് തന്നെ പറയണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശബാത് ശലോം തോദ.